200 പവൻ. ഇന്നത്തെ കാലത്ത് 200 പവനൊക്കെ സ്ത്രീധനം കൊടുക്കാൻ കഴിവുള്ളവരുടെ ആസ്തി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. എന്നിട്ട് ഒരു കെട്ടിയോന്, നിങ്ങൾ അവനെ കണ്ടിട്ടുണ്ടാവും, ആ പെൺകുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ചെറുക്കൻ്റെ ഫോട്ടോയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവരെ വിദേശത്താണെന്നുള്ള ഒരൊറ്റ ഒരു പരിഗണനയിലായിരിക്കും ഇത്രയും ഒക്കെ സ്ത്രീധനം കൊടുത്ത് മോളെ കൂടെ വിദേശത്ത് വിടാനുള്ള ഒരു തത്രപ്പാടിലാണെന്ന് എനിക്ക് തോന്നുന്നു ഇവനെ കൊണ്ട് കെട്ടിച്ചു വിട്ടത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ആ പെങ്കൊച്ചിൻ്റെ സൗന്ദര്യത്തിൻ്റെ 100-ലൊരു അയലത്ത് പോലും വരുന്ന ഒരു ചെറുക്കനൊന്നും അല്ല അത് നമുക്കത് കണ്ട ഞാൻ ബോഡി ഷേമിങ് ചെയ്യുമല്ല, പക്ഷെ എന്നാലും നമ്മൾ നോക്കുമ്പോൾ എല്ലാം നോക്കുമല്ലോ, അങ്ങനെ നോക്കിയത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇവന് 6 വർഷമായി കല്യാണം കഴിച്ചിട്ട് ആകെപ്പാടെ 25 ദിവസവും ഇവൻ്റെ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ. ഈ പെൺകുട്ടിയെ ഏതോ ഒരു ഫംഗ്ഷനിൽ, അതായത് ഒരു മരണ വീട്ടിൽ വെച്ചോ മറ്റോ ഇയാൾ കണ്ടപ്പം അവിടെ വെച്ച് ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ എന്തൊക്കെയോ ചെയ്തു. അതിൻ്റെ ദുഃഖം താങ്ങാതെ ഈ അമ്മയും മകളും കൂടെ ആത്മഹത്യ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. ജീവിക്കാൻ വകയില്ലാഞ്ഞിട്ടല്ല, ജീവിക്കാൻ ഇഷ്ടംപോലെ കാശുണ്ടായിട്ടാണ് ഈ പരിപാടി കാണിച്ചത്. ഇവരെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഈ ഒരു കല്യാണം കൊണ്ട് ഈ ജീവിതം അവസാനിച്ചു എന്നാണോ ഇവർ വിചാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം പറയും മഞ്ജു വാര്യരെ കണ്ടുപിടിക്കുക, അവരെ കണ്ടുപിടിക്കുക, ഇവരെ കണ്ടുപിടിക്കുക, ഇതെല്ലാം നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ട് ഇത്രയും ആസ്തിയുള്ളവർ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് പോട്ടെ, അവർക്ക് ഒരു ഗതിയും ഇല്ലാത്തത് കൊണ്ട് അവർ ആത്മഹത്യ ചെയ്തതാണെന്ന് നമുക്ക് വിചാരിക്കും. ഈ 200 പവൻ ഈ പറഞ്ഞ പോലെ സ്ത്രീധനം കൊടുക്കാനുള്ളവർ എന്തിൻ്റെ കുറവിൻ്റെ പേരിലാണ്? ഈ 30 വയസ്സുള്ള ഒരു പെങ്കൊച്ച്, അവളെ പൊന്നുപോലെ കെട്ടിക്കൊണ്ട് പോകാൻ ഇന്നത്തെ കാലത്ത് ആമ്പിള്ളേരുണ്ട്. അത് എന്തുമാത്രം ആമ്പിള്ളേരാണ് പെണ്ണെ കിട്ടാതെ ഈ നാട്ടിലിരിക്കുന്നത്. ഈ 200 പവനൊന്നും വേണ്ട, ആ പെങ്കൊച്ചിനെ വെറുതെ കൊടുത്തു വിട്ടിരുന്നെങ്കിലും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാനുള്ള ആമ്പിള്ളേർ നമ്മുടെ നാട്ടിൽ ഇതുപോലെ കല്യാണം കഴിക്കാതെ നിപ്പുണ്ട്. അവരൊക്കെ ഇത് കാണുമ്പോൾ അവരുടെ മനസ്സിലെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. എൻ്റെ ദൈവമേ, ഇതുപോലെ തങ്കംകൊടും പോലൊരു പെങ്കൊച്ചിനെ എൻ്റെ തന്നില്ല, ഞാനൊരു പൊന്നുപോലെ നോക്കിയേനെന്ന് അവന്മാർ പറയും ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെയൊക്കെ ചുറ്റുവട്ടത്ത് എത്രയോ ആമ്പിള്ളേരാണ് ഈ പറഞ്ഞ പോലെ നല്ല ജോലി, നാട്ടിലെ ജോലിയുള്ളവർക്കൊന്നും പറഞ്ഞ പോലെ നമ്മളൊരു പ്രൊഫൈൽ നോക്കുമ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ബന്ധുവിന് വേണ്ടി നോക്കുമ്പോഴാണ് അവർക്കൊന്നും നാട്ടിൽ ജോലിയുള്ളവരെ വേണ്ട, ഇന്ത്യ ജോലിയുള്ളവരെ ആരെ ഇവർക്ക് വേണ്ട. എല്ലാം കാനഡ, അയർലൻഡ്, US ഒക്കെ ഉള്ളവരെ മാത്രം മതി. അവരനുഭവിക്കുന്ന ഇതൊക്കെ എല്ലാവരെയും ഒന്നും പറയുന്നില്ല, ഞാൻ സുഖമായിട്ട് പോയി ജീവിക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിച്ച് ഈ വേണ്ടെങ്കിൽ പോടാ പുല്ല് എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാശും കൊണ്ട് ഇറങ്ങി പോന്നാൽ അവർക്ക് എത്ര നല്ല ചെറുക്കനെ വേറെ കിട്ടും എന്ന് ആലോചിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, കെട്ടണ്ട, എന്ത് സുന്ദരമായിട്ട് ഈ കാശും കൊണ്ട് ജീവിക്കാം. ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഫ്രീ ആയിട്ട് ഒരുത്തനോടും ഒന്നും പറയണ്ട, ഒരു കാര്യവും പറയണ്ട, എവിടെയെങ്കിലും പോകണമെങ്കിൽ പറയണ്ട, ഒന്നും കഴിക്കണമെങ്കിൽ പറയണ്ട, ഒരു നല്ല വസ്ത്രം ഉണ്ടെങ്കിൽ പറയണ്ട, ഒന്നും പറയണ്ട. സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള അത് അതിൻ്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഈ മണ്ടത്തരം. സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഒരു നിമിഷത്തെ എന്തുവാ ഒരു ദുർബുദ്ധി കൊണ്ട് തോന്നുന്ന ഓരോ മണ്ടത്തരങ്ങളാണിതൊക്കെ. 100 വട്ടം ആലോചിക്കേണ്ട കാര്യങ്ങളാണിതൊക്കെ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക.